നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുപരി കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ നിധിയെയും കൂട്ടി സുഭാഷും നികേഷും സുധീഷും എല്ലാവരും കൂടെ വീട്ടിലേക്ക് പോരുവാണ്. പോരുന്ന സമയത്ത് നിധി ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര വിഷമായിരുന്നു. സുഭാഷ് ചോദിച്ചു, എന്ത് പറ്റി, ആരും എന്താ ഒന്നും സംസാരിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിധി പറഞ്ഞു, സുഭാഷ് ചേട്ടാ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ക്ഷമിക്കാനോ? എന്തിന്? അല്ല, എൻ്റെ വീട്ടുകാർ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എൻ്റെ വീട്ടുകാരെ ഞാൻ വിശ്വസിച്ചു പോയി, അതുകൊണ്ട് സംഭവിച്ചതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അതിന് കരയേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ കരയണേ? അത് ഞങ്ങൾ ആരെങ്കിലും എന്തേലും വഴക്ക് പറഞ്ഞു എന്ന് ചോദിച്ചു. പക്ഷേ നിധിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിധി ഇരുന്ന് പൊട്ടിക്കരയാണ്. സുഭാഷ് പറഞ്ഞു, പോട്ടെ മോളെ, അത് നിന്റെ കയ്യിലെ കുഴപ്പമൊന്നുമല്ലോ. ഇപ്പൊ ഭാഗ്യം കൊണ്ട് സുധീഷിനൊന്നും സംഭവിച്ചില്ലല്ലോ, അത് മാത്രം ഓർത്താൽ മതി. ഇനിയിപ്പം അതേക്കുറിച്ച് ഓർത്തിട്ട് സങ്കടപ്പെട്ടിട്ടോ കരഞ്ഞിട്ടോ ഒന്നും ഒരു പ്രയോജനം ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിധി അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. നിധിയുടെ കരച്ചിൽ കഴിഞ്ഞപ്പോഴത്തേനും സുധീഷിനും ഭയങ്കര വിഷമമായി. ആ സമയത്ത് സുഭാഷ് പറഞ്ഞു, എടാ സുധീഷേ, നീ ഒരു കാര്യം ചെയ്യാം, നീ കുറച്ച് സമയം പുറകെ വന്നിരുന്ന് ഉറങ്ങിക്കോളാൻ പറയണം. കാരണം നീ ഉറങ്ങിയിട്ടില്ലോ ഇന്നലെ രാത്രിയൊക്കെ. ഹരീഷും ഡ്രൈവ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ അങ്ങനെ. പിന്നീട് നിധിയോട് പറഞ്ഞു, നിധി ഒരു കാര്യം ചെയ്യാം, ബാ പുറകെ വന്നിരുന്നോളാൻ പറഞ്ഞു. നിധിയേയും വിളിക്കുവാണ്. നികേഷിനോട് പറഞ്ഞു, നിനക്ക് മുമ്പ് ഛർദ്ദിക്കാൻ വരുന്നുണ്ടെന്ന് നീ പറഞ്ഞല്ലോ, നീ ഫ്രണ്ടിൽ വന്നിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഹരീഷും നികേഷും കൂടെ ഫ്രണ്ടിലിരുന്നു. സുധീഷും നിധിയേയും വിളിച്ചുകൊണ്ട് ബായിക്ക് പോയിരിക്കുകയാണ്. സുധീഷിന് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായെങ്കിലും തനിക്ക് ഇവളുടെ അടുത്ത് ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. ഇവൾക്ക് തന്നോട് ഇഷ്ടമാണെന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ. അല്ലെങ്കിലോ എല്ലാവരും ഇവളോട് പറഞ്ഞ താനാണ് അതൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന്. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ഇവള് കൂട്ടാക്കില്ല. സുഭാഷ് പറയുകയും ചെയ്തത്, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പോലും സുധീഷിൻ്റെ കാര്യത്തിൽ സംശയമായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിധിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, എടാ നീ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളത്. അതൊക്കെ കേട്ടപ്പം സുധീഷിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവർ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ ഭാസ്കരൻ സിറ്റൗട്ടിൽ ഭാസ്കരൻ്റെ പതിവ് കട്ടിലേൽ കിടക്കുന്നുണ്ട്. വല്ലാത്തൊരു ശോകഭാവത്തിലായിരുന്നു കിടന്നേ. സുധീഷിനെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമൊക്കെ. പക്ഷെ കൂടുതലൊന്നും ഭാസ്കരൻ ചോദിച്ചില്ല. എവിടെയായിരുന്നോ, എന്തു പറ്റിയതാണെന്നോ ഒന്നും ചോദിച്ചില്ല. അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പം നികേഷ് പറഞ്ഞു, കണ്ടില്ലേ, ഒരാൾ പുറത്ത് കിടന്നിരുന്നേ, ഒരു വാക്കെങ്കിലും ചോദിച്ചോ, എങ്ങോട്ട് പോയതാ, എന്ത് പറ്റിയതാന്നൊക്കെ. ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് നികേഷ് ദേഷ്യപ്പെടുവാണ്. സുഭാഷ് പറഞ്ഞു, വിട്ട് കളയടാ, പോട്ടെ, ആദ്യമായിട്ടൊന്നുമല്ലല്ലോ, അച്ഛൻ്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നല്ലേന്ന് ചോദിച്ചു. എന്നാലും ഇത് കുറച്ച് കൂടുതലാ സുഭാഷ് ഏട്ടാ, ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? കുറച്ചൊക്കെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ വേണ്ടേന്ന് ചോദിച്ചു. സാരമില്ല, ഇനിയിപ്പം അതൊന്നും ഓർത്ത് നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഭാഷ് ഒന്ന് സമാധാനിപ്പിക്കുകയാണ്. ഈ സമയം നിധി പറഞ്ഞു, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നിധി മുറിയിലേക്ക് പോയി. അപ്പോഴേക്കും സുഭാഷ് നികേഷിന് കുറച്ച് വെള്ളമെല്ലാം കുടിക്കാൻ കൊണ്ട് കൊടുത്തു. നികേഷ് ആകപ്പെടെ ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഫോട്ടോയുടെ അവിടെ ദൈവങ്ങളുടെ ഫോട്ടോയുടെ മുന്നിൽ പോയിന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഭഗവാനെ, ഒരു പ്രശ്നമില്ലാതെ ഇവിടം വരെ എത്തി കാര്യങ്ങളൊക്കെ. ഒത്തിരി നന്ദി പറയുന്നുണ്ട്. സുധീഷിൻ്റെ ആപത്തൊന്നും പറ്റിയല്ലോ, അതിന് നന്ദിയൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര സന്തോഷമായിപ്പോണ്ടായിരുന്നു സുഭാഷിന്. ആകപ്പാടെ പേടിച്ചു പോയായിരുന്നു. സുധീഷിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു പേടിയും കാര്യങ്ങളൊക്കെ സുഭാഷിനും ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഹരീഷ് സുധീഷിനോട് പറഞ്ഞു, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിധിയടത്തിലെ വീട്ടുകാർ എന്ത് വലിയ ചതിയെ ചെയ്തേ, നീ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്, നിന്നെ മിക്കവാറും കൊന്നു കളഞ്ഞനെന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. അവരതല്ല അതിലപ്പുറവും ചെയ്യുന്ന എനിക്കറിയായിരുന്നു. എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുപോയെന്ന് തോന്നേ. കൃത്യസമയത്ത് നിങ്ങൾ അങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോലില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി അങ്ങോട്ട് വന്നു. നിധി വന്നിട്ട് ചോദിച്ചു, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളെങ്ങനെ തക്കലയ്ക്ക് വന്നേ? സുധീഷ് അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായെന്ന് ചോദിച്ചു. ആ സമയത്ത് സുധീഷ് പറഞ്ഞു, അതെ ഹരീഷ് പറഞ്ഞാന്ന് പറഞ്ഞു. ഹരീഷ് എന്തു പറഞ്ഞു? അത് ഞാൻ നിധിയുടെ അച്ഛൻ എന്നെ വെല്ലുവിളിച്ച കാര്യമൊക്കെ ഹരീഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹരീഷ് അത് സുഭാഷേനോട് പറഞ്ഞു. അവർക്ക് സംശയമായി. അപ്പോൾ അതുകൊണ്ട് അവർ അങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇവർക്ക് സംശയം തോന്നി വന്നില്ലായിരുന്നെങ്കിലോ സുധീഷിൻ്റെ കാര്യം എന്തായി തീരുമാനമല്ലേന്ന് ചോദിച്ചു. സുഭാഷ് പറഞ്ഞു, അത് കഴിഞ്ഞ കാര്യമല്ലേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എന്നാലുവേ സുഭാഷ് പറഞ്ഞു, നിധിയെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും പോലും സുധീഷ് അത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി ഒരു വേള ഒന്ന് ചിന്തിച്ചു പോയി. പക്ഷേ നിധി ഒരു മിനിറ്റ് പോലും അങ്ങനെ ചിന്തിച്ചു പോലും ഇല്ലല്ലോ. നിധി സുധീഷിനോടൊപ്പം നിൽക്കുകയല്ലേ ചെയ്തേന്ന് ചോദിച്ചു.
അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിധി പറഞ്ഞു, അതെ സുധീഷ് അങ്ങനെ ചെയ്യില്ല എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു സുഭാഷ് ചേട്ടാ, അതാന്ന് പറഞ്ഞു. ഹരീഷ് പറഞ്ഞു, ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ ഇവൻ അതുമായിട്ട് ഒളിച്ചോടിയെന്നാണ് വിചാരിച്ചോണ്ടിരുന്നേ. എടാ എന്നോട് എന്നെക്കുറിച്ച് പറയണമെന്ന് ചോദിച്ചു. അല്ല നീ ആയതുകൊണ്ട് നിൻ്റെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി ചിരിക്കുകയാണ്. ഈ സമയത്ത് സുധീഷ് എന്ത് ചെയ്തു, തൻ്റെ പോക്കറ്റിനകത്ത് നിന്ന് 2 കോയിൻ എടുക്കുകയാണ്. ആ സമയത്ത് നിധി എല്ലാവരും നോക്കണം. നിധിയോട് സുധീഷ് ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താ ആ തന്നു വിട്ടിരിക്കുന്ന സ്വർണവും പണമൊക്കെ അത് ഒറിജിനലാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിധി പറഞ്ഞു, ഒറിജിനലാ, ഇടയ്ക്കിടയ്ക്ക് അച്ഛനിങ്ങനെ ഡീല് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. സത്യമാണോ? അതെ, പണവും സ്വർണവും ഒക്കെ. കാരണം ഇങ്ങനെ ചെട്ടിയാർക്ക് കൊടുക്കാനായിട്ടും പിന്നെ ബിസിനസ് ഡീലും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്യാറുള്ളതാണ്. കുറേ പൈസയായിട്ട് കൊടുക്കും, ബാക്കി സ്വർണ്ണമായിട്ടാണ്. അത് സാന്ദ്രേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതൊക്കെ ഒറിജിനലാന്ന് പറഞ്ഞു. ഓ ഇപ്പോഴേ എനിക്കൊരു സമാധാനം എന്ന് പറഞ്ഞു. അതെന്താ? പിന്നീട് കയ്യിലിരിക്കുന്ന ആ കോയിൻ അങ്ങെടുത്ത് കാണിക്കുന്നുണ്ട്, 2 ഗോൾഡ് കോയിന്. ഇത് എവിടെ നിന്നാന്ന് ചോദിച്ചു. അതെ ആ ബാഗ് തന്നു വിട്ടില്ല എൻ്റെ കയ്യിൽ, അപ്പോൾ അതൊക്കെ അതിനകത്ത് സ്വർണ്ണമുണ്ടോ പണമുണ്ടോ എന്നൊക്കെ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലോ ഉറപ്പാണോ, ഇനി എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിയത്തില്ലോ. അങ്ങനെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ 2 കോയിൻ ഞാൻ അതിനകത്തുനിന്ന് അടിച്ചു മാറ്റിയതെന്ന് പറഞ്ഞു. സുഭാഷ് ചോദിച്ചു, നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ? അങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവെന്ന് ചോദിച്ചോ. എടാ ഇങ്ങനെയൊന്നും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞു. ആകപ്പാട് സുധീഷിൻ്റെ നാണക്കേട് തോന്നി. ഈ സമയം സുഭാഷ് ചോദിച്ചു, എടാ നീ ചെയ്ത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല, നീ ഇങ്ങനെ അടിച്ചു മാറ്റുമെന്ന് ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, സുഭാഷിന് എന്താ പറയണേ, അവന്മാരെന്നെ എത്ര തല്ല് തല്ലി, ഞാൻ എത്ര തല്ലുകൊണ്ടു, എൻ്റെ ഷർട്ടൊക്കെ വലിച്ചു കീറി. ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ എത്ര രൂപ ചിലവാകുമെന്നറിയാമോ? അതിന് പൈസ വേണ്ടേ? അപ്പം 2 കോയിൻ അടിച്ചു മാറ്റിയതിൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ആ സമയം ഹരീഷ് പറഞ്ഞു, എന്നാലും നിന്നെ സമ്മതിച്ചു കൊടുക്കുന്നു കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് നീ അത് അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ നീ ആൾ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് സുഭാഷ് നിധിയോട് പറഞ്ഞു, മോളെ നിധി നീ തെറ്റിദ്ധരിക്കല്ലോ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷിന് ഭയങ്കര ടെൻഷനായി. ഇനിയിപ്പോൾ നിധി എന്തു വിചാരിക്കും സുധീഷ് ഈ കോയിൻ എടുത്തത്. അത് കേട്ടപ്പോൾ തന്നെ നിധി പറഞ്ഞു, സുഭാഷ് ചേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. അതെന്താ? സുധീഷ് ഈ കോയിൻ എടുത്തില്ലായിരുന്നെങ്കിലോ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നുള്ളൂ, കോയിൻ എടുത്തല്ലോ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ വേണം, സുധീഷിനെ കുറേ വെള്ളം കുടിപ്പിച്ചതല്ലേ, കുറേ ഉപദ്രവിച്ചല്ലേ, അവർക്കിട്ട് ഇങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അതൊരു നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷിന് സന്തോഷമായി. സുധീഷ് നിധിയെ നോക്കുകയാണ്. അപ്പോഴേക്കും നിധി പറഞ്ഞു, ഞാനും അടിച്ചു മാറ്റിക്കൊണ്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. കിട്ടിയ അവസരം മുതലാക്കിയെന്ന് പറഞ്ഞു. എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. അടിച്ചു മാറ്റിയോ? അപ്പോൾ ഇതിനേക്കാളും വലിയ കോയിനായിരിക്കും, സ്വർണ്ണമായിരിക്കും എടുത്തിരിക്കുന്നതെന്ന് സുധീഷ് മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോഴേക്കും നിധി എന്ത് ചെയ്തു? നിധി പോയിട്ട് തൻ്റെ ആധാർ കാർഡും വോട്ടർ ID കാർഡും എല്ലാം കൂടി എടുത്തുകൊണ്ട് വരണം. ഇത് കണ്ടോ, ഇത് ഞാൻ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നാന്ന് പറഞ്ഞു. എൻ്റെ വീട്ടുകാർ ഇത് തരത്തില്ല എന്ന് പറഞ്ഞല്ലോ, കിട്ടിയ അവസരം ഞാൻ മുതലെടുത്തു. ഞാൻ ആരും കാണാതെ എൻ്റെ ID കാർഡും ആധാർ കാർഡും ഒക്കെ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, കൊള്ളാലോ, അപ്പം 2 പേരും പ്രശ്നമില്ലാന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, ഇതാണ് ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറഞ്ഞേ. അപ്പം ഞങ്ങൾ 2 പേരും പൊളിയല്ലേന്ന് ചോദിച്ചു. നികേഷ് പറഞ്ഞു, കൊള്ളാം, അടിച്ചു മാറ്റുന്ന കാര്യത്തിൽ നിങ്ങൾ 2 പേരും പൊളിയാന്ന് പറഞ്ഞു. കുറേ സമയം രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കാർ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഡ്രൈവർ വരുവാണ്. രാജീവിൻ്റെയൊക്കെ ഡ്രൈവർ വന്നു. അപ്പോഴേക്കും സുധീഷ് ഇറങ്ങിച്ചു. എന്താന്ന് ചോദിച്ചു. കാറിൻ്റെ കീയ്. എടാ വന്നു കഴിഞ്ഞ ഉടനെ നിങ്ങൾ കയറിയോണ്ട് കാർ മേടിക്കാൻ വന്നിരിക്കുന്നു, നാളെ ഉണ്ടോടാ നിനക്കൊക്കെ, നീയൊക്കെ ചെന്നിൻ്റെ മുതലാളിയോട് പറ, ഞങ്ങൾ ആ കാറിനോട് ആവേശം പറ്റിച്ചിട്ടില്ല എന്ന്. എടാ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ആളാ, ഡ്രൈവറാ, എനിക്കറിയാം ഒരു വണ്ടി എങ്ങനെ സൂക്ഷിച്ച് കൊണ്ടുവരണം എന്നൊക്കെ, കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വേണ്ടെന്ന് പറഞ്ഞു. അയ്യോ അത് പിന്നെ സാറേ, വണ്ടി എടുത്തുകൊണ്ട് എല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കൊണ്ടു കൊടുക്കാനേ പറ്റുള്ളൂ, എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, എന്നെ ഉപദ്രവിക്കില്ലെന്ന് പറഞ്ഞു. ഈ സമയത്ത് നിധി അങ്ങോട്ട് വന്നിട്ട് ആ കാറിൻ്റെ കീ അങ്ങ് എറിഞ്ഞിട്ട് കൊടുത്തു. കൊണ്ടുപോയി കൊടുക്കുക, എന്നിട്ട് പറഞ്ഞേരെ ഞങ്ങൾ അത്രയ്ക്കൊന്നും ഇല്ലാത്തവരല്ലെന്ന്, ഞങ്ങൾ കാറൊക്കെ കണ്ടിട്ടുണ്ടെന്ന്, നിങ്ങളുടെ ഒരു കാറിൻ്റെ വില ഇനി മേലാലെ കാറ് അതെന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ എണ്ണം കൂടി കയറി പോയേക്കലെന്ന് പറഞ്ഞേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് വിടുവാണ്. അത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സുഭാഷും സുധീഷും ഒക്കെ നിധി ഇങ്ങനെയൊക്കെ പറയുന്ന. അയാൾ അങ്ങോട്ട് പോയി. പിന്നീട് നിധി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പം നികേഷിനോട് സുധീഷ് പറഞ്ഞു, കണ്ടില്ലേ അവൾക്ക് എന്നോട് എത്ര സ്നേഹമുണ്ടെന്ന്. എന്താ സുധീഷ് ചേട്ടാ അങ്ങനെ പറഞ്ഞേ? നീ അത് ശ്രദ്ധിച്ചില്ലേ? എല്ലാവരും അവളോട് പറഞ്ഞു ഞാൻ സ്വർണ്ണം പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന്. പക്ഷെ അവൾ വിശ്വസിച്ചില്ല. അവൾക്ക് എന്നോട് സ്നേഹം ഉണ്ടടാ, അതുകൊണ്ട് അവൾ വിശ്വസിക്കാതിരുന്നേ. ഇപ്പം തന്നെ അവളുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തി പറഞ്ഞത് കേട്ടോ.
അവളെ പതുക്കെ പതുക്കെ ഞാൻ എന്നിലേക്ക് അടുപ്പിക്കും. ഞങ്ങൾ രണ്ടുപേരും പ്രണയത്തിലാകും. ഇനി അധികം താമസമൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പം അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നാൾ എനിക്ക് അവളോടായിരുന്നു, പക്ഷേ ഇപ്പം അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നി തുടങ്ങി. ഇതിനി ഇങ്ങനെ പൂത്ത് കായ്ച്ച് നീയൊന്ന് കണ്ടോ എന്നൊക്കെ നികേഷിനോട് ഭയങ്കര സന്തോഷത്തോടെ ഇട്ട് സുധീഷ് പറയണം. അങ്ങനെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേനും നികേഷിന് ഭയങ്കര പനി, അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിധി വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ നല്ല പനിയുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാനിന്ന് ജോലിക്ക് പോകുന്നില്ല. നിനക്ക് പനിയാണ്, ഞാനെങ്ങനെ ജോലിക്ക് പോകുന്നത്, ഞാൻ വീട്ടിൽ ഇരുന്നോളാന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല സുഭാഷ് ചേട്ടാ, സുഭാഷ് ചേട്ടൻ പോയിക്കോ, ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അല്ല മോളെ, അത് മോൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? എടുത്തുകൊണ്ട് നടക്കുന്ന കൊച്ചൊന്നും അല്ലല്ലോ നികേഷ്, അവനെ ഞാൻ നോക്കിക്കോളാം, അവന് വരുന്ന ആഹാരങ്ങൾ കൃത്യസമയത്ത് എടുത്തു കൊടുത്താൽ പോരെ, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പം സുഭാഷിനും സുധീഷിനും നികേഷിനും എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.